CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് യോഗത്തിലെ ഒരു പ്രധാന വിമർശനം ജി സുധാകരനെ 2 വർഷം മുമ്പേ പാർട്ടിക്ക് പുറത്താക്കേണ്ടതായിരുന്നു. ജി സുധാകരൻ പാർട്ടിക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയപ്പോഴും നേതൃത്വം മിണ്ടാതിരുന്നു. അതൊക്കെയാണ് ജി സുധാകരന് വലിയ തുണയായത് എന്നുള്ളതായിരുന്നു. സാറിന്റെ പാർട്ടിയെ തിരുത്താനുള്ള ശ്രമങ്ങളെ അവര് നേരത്തെ തന്നെ പുറത്തു കളയേണ്ടത് എന്ന രീതിയിലാണ് വിലയിരുത്തുന്നത്. ആരാങ്ങനെ പറഞ്ഞു? സെക്രട്ടേറിയറ്റിൽ ആരാ പറഞ്ഞു? ഒന്നിലധികം അംഗങ്ങൾ അല്ല, ഒന്നിലധികം അംഗങ്ങളൊന്നും പത്രത്തിൽ ഒരാൾ പറഞ്ഞതേ ഉള്ളൂ. ആരാ പറഞ്ഞത്? ഞാൻ പത്രം വായിച്ചു. ആരാ പറഞ്ഞത്? പറഞ്ഞാളുടെ പേര് പറഞ്ഞാലേ അതിന് പറ്റിയ കാര്യം പറയാൻ പറ്റും. സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനിച്ചതായി ഞാൻ പത്രങ്ങളിൽ വായിച്ചത് ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് പോയതിന് കാരണം ഇതിനകത്തുള്ള ചില ആൾക്കാരാണ്. രണ്ടാമത് അദ്ദേഹം പോകാതെ കൂടെ നിർത്തണമായിരുന്നു. ഇത്രയധികം സീറ്റ് നഷ്ടപ്പെട്ടത് അദ്ദേഹം പോയതുകൊണ്ടാണ്. ആ കൂട്ടത്തിൽ ആരോ ഒരാൾ പറഞ്ഞു നേരത്തെ കളയേണ്ടതായിരുന്നു. അത് ശരിയാ. ഞങ്ങൾ പാർട്ടി പോലും ചേർക്കാൻ പാടില്ലായിരുന്നു. കളയേണ്ടതല്ല, പാർട്ടി പോലും ചേർക്കാൻ പാടില്ലായിരുന്നു. മൂട്ടിക്കുകയും കക്കുകയും വെള്ളമടിക്കുകയും ചെയ്തവർ മാത്രം മതി പാർട്ടി മതിയല്ലോ. അങ്ങനെയുള്ള സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കും പറഞ്ഞത്. ആരാന്ന് എനിക്കറിയത്തില്ല. ആരായാലും ഒരാളെ മുൻകാല പ്രാബല്യത്തോടെ പുറത്താക്കാൻ പറ്റുമോ? മുൻകാല പ്രാബല്യത്തോടെ ആരെങ്കിലും ഏതെങ്കിലും പാർട്ടി പുറത്താക്കാൻ പറ്റുമോ? വല്ല വിവരമുണ്ടോ? ഒരു തെറ്റ് ചെയ്താലല്ലേ പുറത്താക്കാൻ പറ്റും. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും പാർട്ടി കോൺഗ്രസും സ്റ്റേറ്റ് സമ്മേളനവും മറ്റു റെസൊല്യൂഷനും പറയുന്ന തെറ്റുകൾ പാർട്ടിക്കകത്ത് കാണിക്കുന്ന ധാരാളം പേരുണ്ടെന്നാണ് അതിനകത്തൊക്കെ പറയുന്നത്. അതിനെതിരെ പാർട്ടി ഫൈറ്റ് ചെയ്യുകയും അത്തരക്കാരെ തിരുത്തുകയും വേണം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട്. അത് പാർട്ടിക്കെതിരാണെന്ന് പറയുന്നവർ പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്നവരാണ്. പാർട്ടി എന്താണെന്ന് നമുക്കറിയില്ല. അതൊന്നും ഇത്രയും പേര് കൂടിയിട്ടൊന്നും അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. അത്രയേ ഉള്ളൂ. ഒരാളോട് പറഞ്ഞാൽ മറ്റുള്ളവരൊന്നും അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അവർ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ ജി സുധാകരൻ, നാസർ, പിന്നെ ആരാ, ഇങ്ങനെ 4-5 പേരുടെ പേരാണ് അയച്ചത്. അതൊക്കെ അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ സീറ്റൊക്കെ ജയിക്കുമായിരുന്നു എന്ന് മനോരമയിലങ്ങനെ കണ്ടല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ആൾക്കാർ. താമസിച്ചാണെങ്കിലും അവർക്കത് ബോധ്യപ്പെട്ടത് മതി. താമസിച്ചായാലും ബോധ്യപ്പെട്ടല്ലോ. എൻ്റെ അച്ഛന് ഒരു LC മെമ്പറെ കൊണ്ട് വിളിപ്പിച്ചാൽ ഞാൻ പിന്നെ ആ പാർട്ടി നിൽക്കുമോ? ഒറ്റ ക്വസ്റ്റ്യൻ മറുപടി പത്രക്കാർ പറഞ്ഞു. ലോക്കൽ കമ്മിറ്റി മെമ്പറല്ലേ വിളിച്ച പരിപാടിയിൽ കള്ള് ഷാപ്പിൽ ഇരുന്നല്ലേ അവൻ ഫേസ്ബുക്കിൽ ആ കുറിപ്പിട്ടത്? മന്ത്രി ഷാപ്പിൽ ഇരുന്നല്ലേ, അവിടെ LC സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടല്ലേ ഇട്ടത്? അപ്പൊ സ്വന്തം അച്ഛനെ ബഹുമാനമുള്ളവരാരും പിന്നെ നിൽക്കത്തില്ല. അത്രയേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് പൊതുസമൂഹത്തിന് കൂടി മനസ്സിലാകുന്ന രീതിയിലായിരുന്നു. പ്രത്യേകിച്ച് പാർട്ടിയുടെ നിലവിലെ നേതാക്കന്മാർക്ക് സാധാരണക്കാരെ കണ്ട ചിരിക്കാൻ പോലും മടിയാണ് എന്നുള്ള രീതിയിലുള്ള അല്ല, അതുകൊണ്ട് ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിരിക്കത്തില്ല. പക്ഷെ അതുകൊണ്ട് നല്ലവരല്ലെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ചിരിച്ച് തോളൊക്കെ ഇടുന്നവരെ സൂക്ഷിക്കാൻ വേണം. രാഷ്ട്രീയക്കാരെ പ്രത്യേകിച്ച് ആത്മാർത്ഥത കുറവായിരിക്കും. അതല്ല എന്താ പോക്കറ്റ് അടിക്കുന്നത്. അപ്പോ അതാണ്. ഇതൊന്നും നന്നാവുന്ന ലക്ഷണമല്ല. നന്നാവണമെങ്കിൽ സാധാരണ കഷായം കൊണ്ട് നന്നാവില്ല. അതെങ്ങനെ നന്നാക്കണമെന്ന് പറയേണ്ട കാര്യം ഇനി എനിക്കില്ല. എനിക്ക് ചെയ്യാവുന്ന സേവനമെല്ലാം 63 വർഷം ചെയ്തു. അങ്ങനെ അവിടെ സേവനം നടത്താൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ്. 4 നൂറ്റാണ്ട് മുമ്പ് മരിച്ചുപോയ എൻ്റെ അച്ഛനെ വരെ ചീത്ത വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ കോടീശ്വരരുടെ ആൾക്കാർ. കോടീശ്വരൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ. മനസ്സിലായോ? ഒന്നും നിങ്ങൾക്കാർക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. നിങ്ങൾ ഏതെങ്കിലും മാധ്യമപ്രവർത്തനം അത് കണ്ടുപിടിച്ച് എഴുതിയോ? ഇല്ലല്ലോ. ചാരുമൂട്ടിൽ എഴുതിയില്ലല്ലോ. ചാരുമൂട്ടിലുള്ളവർക്കറിയാമല്ലോ ഭുവനേശ്വരൻ്റെ അനിയനാണെന്ന്. ഭുവനേശ്വരൻ രക്തസാക്ഷി ആയത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. ഇവർക്കൊല്ലം അറിയാം. കേസുകാരാണ് കൊന്നോന്നുള്ളത് ശരിയാ. പക്ഷെ കൊല്ലാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതാരാ? ക്ലാസ് മുറിയിൽ കണ്ണിൽ ചങ്ങല കൊണ്ട് അടിച്ചു കെട്ട് അധ്യാപകരുടെ ക്ലാസ് മുറിയിൽ കരഞ്ഞുകൊണ്ടിരുന്ന അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന SFIക്കാരല്ലേ. അവർ ജനലിന് വേണ്ടി രക്ഷപ്പെട്ടൊക്കെ പോയില്ലേ അവരെ അവിടെ എത്തിയിട്ട്? പുറകെ വന്നു മറ്റവർ. ഇവരെയാണ് കണ്ടത്. മനസ്സിലായോ? ഞാൻ ഇപ്പോഴാണ് പറഞ്ഞു, മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. ഭുവനേശ്വരൻ്റെ കാര്യത്തിലൊന്നും ഇവരെ മുതൽ കണ്ണിനൊഴുകണ്ട. കേസ് മുഴുവൻ പറഞ്ഞത് ഞങ്ങളുടെ കാശ് കൊണ്ടും ഞങ്ങളുടെ വീട്ടിലെ തടി വെറ്റുമൊക്കെയാണ്. ഇതൊക്കെ പറയിപ്പിക്കണം. അതിനൊന്നും ഒരു പരാതി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ആരോട്. പിന്നെ വരെ വെളിയിൽ വന്നതിന് ശേഷമല്ലേ. എന്നെ പണ്ടേ പുറത്താക്കണമായിരുന്നു. ഓരോരുത്തർ ഉദ്ദേശിക്കുമ്പോൾ ഓരോരുത്തരെയും പുറത്താക്കുന്നതിന് കാരണം വേണം.
ഇങ്ങനെ പറഞ്ഞവർ മാത്രം മതി ഇതിനകത്ത്. നിങ്ങളവിടെ നിന്ന് വേണമെങ്കിലും ചെയ്തു, ആർക്കും ഒരു ശല്യമില്ല. ജനം കൂടെ ഉണ്ടാവില്ല, അത് മാത്രമേ ഉള്ളൂ. കാണിച്ചു തന്നെ ജനം കൂടുതലുണ്ടാവില്ല. ജനം കൂടെ ഉണ്ടാവണമെങ്കിൽ പണ്ട് പ്രവർത്തിച്ചോളം പ്രവർത്തിക്കണം. ജനങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നുള്ളത് ഞങ്ങളവ കാണിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ തല പോകുന്ന സാഹചര്യത്തിൽ പോലും ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ഉറച്ചു തന്നവരാണ് കുട്ടനാട്ടിൽ. എപ്പോഴാണ് തല പോകണമെന്ന് അറിയത്തില്ല. ആക്രമണം നടക്കാം അവിടെ, ബോംബേറ്, പാർട്ടി ബസ് കത്തിക്കാൻ. ഞങ്ങളവിടെ ഉറച്ചു തന്നവരല്ല. ഞങ്ങളെപ്പറ്റി ഇങ്ങനെയാണ് പറയേണ്ടത്, ഇതൊക്കെയാണോ പറയേണ്ടത്? ഞാൻ CPM എന്ന് പറയുന്ന പാർട്ടിക്കെതിരെ ഒന്നും ഇതുവരെ പറഞ്ഞില്ലല്ലോ. CPM എന്ന് പറഞ്ഞ് CPM-ന്റെ ആശയങ്ങളല്ലാതെ വൃത്തികെട്ട ആശയങ്ങൾ, മുതലാളിത്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥാനമോഹികളും സാമ്പത്തിക മോഹികളുമായ ആൾക്കാർ ഈ പാർട്ടിയെ ഇടപെട്ട് നശിപ്പിക്കുന്നതിനെ പറ്റിയാണ് സംസാരിച്ചത്. അത് മറ്റു പാർട്ടിക്കാരും വിമർശിക്കുന്നുണ്ട്. നന്നാവാൻ വേണ്ടിയാ. നന്നാവാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ ആരെന്ന് പറഞ്ഞു എന്നുള്ളത് പത്രം വഴി വായിച്ചതോടെ ഈ പറഞ്ഞ ആരാണെന്നുള്ള പേര് പറയുകയാണെങ്കിൽ ഞാൻ അയാളെ വിവരം പിന്നീട് പറയും. നിങ്ങൾ കണ്ടുപിടിക്കും. ഓക്കെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.